വെൽക്കം ടു PSCQ&A. ഇന്ന് നമുക്ക് 141/2025 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതിൽ ആദ്യത്തേത്, ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. 92ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പരുത്തി, ഓപ്ഷൻ ബി കരിമ്പ്, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി ഗോതമ്പ്. ഇതിൽ ഖാരിഫ് വിള അല്ലാത്തത് ഓപ്ഷൻ ഡി ഗോതമ്പ്. 93ാമത്തെ ക്വസ്റ്റ്യൻ, രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? രഞ്ജിത് സാഗർ അണക്കെട്ട് രവി നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി രവി നദി. 94ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം ഏത്? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം അഹമ്മദാബാദ്. ഓപ്ഷൻ ബി അഹമ്മദാബാദ്. 95ാമത്തെ ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ. ഓപ്ഷൻ എ ഗോരഖ്പൂരാണ് വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം. 96ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വെച്ച് കേരളത്തിൽ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല ഏത്? ഓപ്ഷൻ എ കുഞ്ഞിമംഗലം. കുഞ്ഞിമംഗലമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല. 97ാമത്തെ ക്വസ്റ്റ്യൻ, ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥ മേഖല ഏത്? ഓപ്ഷൻ എ ഉഷ്ണമേഖലാ സാവന്ന. ഉഷ്ണമേഖലാ സാവന്നയാണ് ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥ മേഖല. 98ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്തോനേഷ്യയിൽ മാറ്റകൃഷി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ലഡാങ്. ലഡാങ് എന്ന പേരിലാണ് ഇന്തോനേഷ്യയിലെ മാറ്റകൃഷി അറിയപ്പെടുന്നത്. 99ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ഏത്? ഓപ്ഷൻ ഡി ആസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം. 100ാമത്തെ ക്വസ്റ്റ്യൻ, കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ എ റോഹ്താങ് ചുരം. റോഹ്താങ് ചുരമാണ് കുളു, സ്പിതി തുടങ്ങിയ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം.